ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം ബോർഡിനെ പ്രതിരോധത്തിലാക്കി വീണ്ടും വെളിപ്പെടുത്തൽ. ദ്വാരപാലക ശില്പങ്ങൾക്ക് പ്രത്യേകമായി താങ്ങുപീഠം നിർമ്മിച്ച് നൽകിയിരുന്നെന്നും അതെവിടെയാണെന്ന് അറിയില്ലെന്നും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി. ദ്വാരപാലക ശില്പങ്ങളുടെ ഭാരം 4 കിലോ കുറഞ്ഞതിൽ ഹൈക്കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടു. ബാംഗ്ലൂർ മലയാളിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് 2019 വഴിപാടായി ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾക്ക് സ്വർണം പൂശി നൽകിയത്. 394.6 ഗ്രാം സ്വർണമാണ് അതിനായി ഉപയോഗിച്ചത്. 2020 ശില്പത്തിനൊപ്പമുള്ള താങ്ങുപീഠങ്ങളുടെ നിറം മങ്ങിയെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. സ്വർണം പൂശി നൽകിയ സ്മാർട്ട് ക്രിയേഷൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ട് പുതിയതായി 3 പവന്റെ പീഠം കൂടി നിർമ്മിച്ചു നൽകി. കോവിഡ് കാലമായതിനാൽ നേരിട്ടെത്താതെ കൊടുത്തുവിടുകയായിരുന്നുവെന്നും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പറയുന്നു. നിലവിൽ പീഠം എവിടെയുണ്ടെന്ന് വ്യക്തമാക്കേണ്ടത് ദേവസ്വം ബോർഡാണ്. അതേസമയം സ്വർണ്ണപ്പാളി ഉൾപ്പെട്ട ലോഹത്തിന്റെ ഭാരം കുറഞ്ഞതിൽ ഹൈക്കോടതി വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ലോഹത്തിന്റെ ഭാരം 4.5 കിലോ കുറഞ്ഞത് എങ്ങനെയെന്നാണ് ചോദ്യം. 2019 ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് 42 കിലോ 800 ഗ്രാം ആയിരുന്നു ഭാരം. 1.25 മാസത്തിനു ശേഷം ഭാരം 38 കിലോ 258 ഗ്രാമായി. അതായത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ കൈവശമിരിക്കെ 4 കിലോ 541 ഗ്രാം ഭാരം കുറഞ്ഞു. വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്.